പഠിക്കണ കാലത്ത് ഇതിനേക്കാൾ ഗതികെട്ട ആരോഗ്യമാണ്. അന്ന് കാലം എത്ര ഉണ്ട്? 22 വയസ്സ്. എല്ലാ മനുഷ്യരും സുന്ദരമായിട്ട് ഈ ആരോഗ്യത്തോടെ ഇരിക്കുന്ന യൗവനക്കാലത്ത് ഞാൻ രോഗിയായിട്ട് ആശുപത്രികളിലാണ് ഏർപ്പെടുന്നത്. എൻ്റെ കൂട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ അതിജീവിക്കത്തില്ല, അച്ഛനായ ഒരു കൊല്ലം ജീവിക്കത്തുള്ളെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് അപ്പോൾ ഞാനത് ഉടനെ ലിങ്ക് ചെയ്യണ കർത്താവ് രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പെരിയാറിൻ്റെ നിന്ന് 3-ാം നിര എനിക്ക് ഡോർമെട്രിയിൽ നിന്ന് ഞാൻ പെരിയാറിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവസാനത്തെ ട്രെയിൻ വരണവരെ വെളുപ്പിനും 3:30 ട്രെയിനുണ്ട് ആലുവ പാലത്തിൻ്റെ കൂടെ. അത് കണ്ടു കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും. അത്രയും സമയം ഞാൻ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കും, ഇഷ്ടത്ത് നോക്കി പെരിയാർ നോക്കിയിരിക്കും. എന്താ കാര്യം? എനിക്ക് മെരിട്ടില്ലെന്ന് എനിക്കറിയാം. ഇന്നൊക്കെയാണ് ഞാനത് പറയണത്, മെരിട്ടില്ല. പണ്ട് അങ്ങനെയല്ല പറഞ്ഞത്, ഗതികേടാണെന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ മെരിട്ടില്ലെന്നൊക്കെയാണ് പറയണത്, സ്റ്റാൻഡേർഡായിട്ട് ബിബ്ലിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുക. അന്ന് ഞാൻ പറഞ്ഞത്, നീ ഒന്ന് കണ്ണ് തുറന്നാലേ എൻ്റെ ജീവിതം ഉള്ളൂ. കാര്യം എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ഞാനും പറയും, എനിക്ക് ഒത്തിരി മോഹങ്ങളൊന്നുമില്ല, അച്ഛനായിട്ട് 1 കൊല്ലം ജീവിച്ച് പോകാനില്ലണം, അത്രയേ ഉള്ളൂ. അതിന് ക്ലോസ്, അതൊരു പ്രശ്നമില്ലെന്ന് പറയും. അതെനിക്ക് പ്രശ്നമില്ലായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ എത്രയോ വർഷം, 36 വർഷമായില്ലേ, 36 വർഷമായിട്ട് ഞാൻ നിലനിൽക്കുകയല്ലേ. ഇതെന്താ നിലനിൽക്കുന്നത്? നോട്ട് ബൈ മെറിറ്റ് பட் பை கிரேஸ். உயிருள்ள காலம் வரைக்கும் என்னிடத்துல இருந்து எங்க ஊர் மக்களை நிறைவேறைக்க சாட்சியா கொண்டு நிறுத்துவேன்னு சொல்லிட்டு அம்மாவுக்கு நான் வாக்கு கொடுத்திருக்கிறேன். அம்மா மரியே வாழ்க. கிருபாசன தாயே, உங்களுக்கு கோடான கோடி நன்றி அம்மா. എൻ്റെ പേര് ജിസ്മി. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡ്, ഇതെൻ്റെ അമ്മ, ഇത് ഞങ്ങളുടെ കുഞ്ഞ്. മാതാവും തിരുക്കുമാരനും തന്ന വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായിരുന്നു. 2019 സെപ്റ്റംബർ 1 ഞങ്ങളുടെ മാരേജ്. അത് കഴിഞ്ഞ് 2019 ഒക്ടോബറിൽ ഞാൻ ഇവിടെ വന്നു. ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ഒപ്പമാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. അപ്പോൾ കൃപാസനം എന്താണെന്നോ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്നോ ഉടമ്പടി ഇവിടെ ഉണ്ടെന്നോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. വെറുതെ ഒരു പള്ളിയിൽ കാണാം, സ്ഥലം കാണാം എന്നുള്ള ഒരു ഇതിൽ തൃശ്ശൂരിൽ നിന്ന് ഞാൻ ഇവിടം വരെ വന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പോകുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് എളുപ്പമല്ല ഇങ്ങോട്ടൊക്കെ വരാനായിട്ട്. കാരണം തൃശ്ശൂരൊക്കെ ഇഷ്ടംപോലെ ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്നൊരു മൈൻഡും വെച്ചിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയത്. പോയി നവംബർ ആയപ്പോൾ ഞാൻ ഗർഭിണിയായി. അവിടെ നിന്ന് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അത് അബോർഷനായി പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അത് കഴിഞ്ഞ് ജീവിതത്തിൽ പതിയെ ഓരോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നു. വീട്ടിലൊരുപാട് മനസ്സമാധാനം ഇല്ലാത്ത ഒരവസ്ഥയായി. വീട്ടിലൊരുപാട് പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ചേട്ടൻ്റെ ജോലി സ്ഥലത്തായ അരൂരിലേക്ക് ഞങ്ങൾ താമസം മാറ്റി. ഇവിടെ വന്ന് വൈറ്റ്ലയിൽ വിജയലക്ഷ്മി ഹോസ്പിറ്റലിൽ ഞങ്ങൾ കാണിച്ചു. അത് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഹസ്ബൻഡിന് കൗണ്ട് ഇച്ചിരി കുറവുണ്ട്, നമുക്ക് മെഡിസിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3 മാസത്തോളം മെഡിസിൻ കഴിച്ചു. ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് അതും ഇതുപോലെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അബോർഷനായി പോയി. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ കൃപാസനത്തിലേക്ക് അവിടെ പോയി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2021 ഒക്ടോബർ 14 ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഒക്ടോബർ 20 എനിക്കൊരു സ്കാൻ ഉണ്ടായിരുന്നു. എല്ലാ സ്കാൻ എടുത്താലും എൻ്റെ യൂട്രസിൽ ഒരു കുഴപ്പമില്ല എന്ന് മാത്രമാണ് കാണുന്നത്. പക്ഷേ ഉടമ്പടി എടുത്ത് പിന്നത്തെ സ്കാനിങ്ങിൽ എനിക്ക് മനസ്സിലായി, ഡോക്ടർ പറഞ്ഞു എൻ്റെ യൂട്രസ് ബൈകോർണേറ്റ് യൂട്രസ് ആണ്. അതായത് യൂട്രസിൻ്റെ ഭിത്തിയിൽ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആവും തോറും അബോർഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അബോർഷൻസ് വരാം, നമുക്ക് സർജറി വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. സർജറി എന്ന് കേട്ടപ്പോൾ എനിക്ക് ആകെ പേടിയായി, ഭയങ്കര സങ്കടമായി. ഞങ്ങൾ മാനസികമായി തകർന്നു. അവസാനം ഞങ്ങൾ മുന്നിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു, ഒരു ചാൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടാലോ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടിയാലോ. 99% കിട്ടത്തില്ല, പിന്നെ ഒരു 1% ചാൻസ് ചിലപ്പോൾ കിട്ടും. എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ സക്സസ് ആയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അതല്ലെങ്കിൽ അബോർഷൻ ആവാണെന്നുവെച്ചെങ്കിൽ നമുക്ക് ആ കുട്ടീനെ വീണ്ടും കളഞ്ഞിട്ട് സർജറി ചെയ്തിട്ട് നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സർജറി ചെയ്യുന്നില്ല, ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. അങ്ങനെ 2021 നവംബർ 22 ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൃപാസന പത്രം വാങ്ങാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഇവിടെ അച്ഛനെ കാണാനായിട്ട് പറ്റി. ജോസഫ് അച്ഛൻ രുദ്രത്തിൽ കഴിച്ച് പ്രാർത്ഥിച്ചു,
തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി, സൈത്ത് പൂശി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്കൊരു കുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിക്കും, ഉടമ്പടിയൊക്കെ നല്ല വണ്ണം ചെയ്യണമെന്നും പറഞ്ഞു. ശരിയാണ്, ഞാൻ ഉടമ്പടിയിൽ കുറച്ച് ഉഴപ്പിയുണ്ടായിരുന്നു. കൃപാസന പത്രം ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ എൻ്റെ അമ്മയുടെ കയ്യിലാണ് കൊണ്ട് കൊടുക്കുക. അമ്മ കൊണ്ട് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു, ചമ്മലായിരുന്നു അത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ കുർബാനയ്ക്ക് പോകാനും ഭയങ്കര മടിയായിരുന്നു, രാവിലെ ഏറ്റിട്ട് കുർബാനയ്ക്ക് പോകണ്ടേ, അപ്പോൾ അതിൻ്റെ നല്ല മടിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഉഴപ്പിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതും നല്ല രീതിയിൽ ഞാൻ ചെയ്തു. അങ്ങനെ അത് ചെയ്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് ഉടമ്പടി എടുത്ത് 60 ദിവസം ആകുമ്പോഴേക്കും ഞാൻ വീണ്ടും 3ാമത്തെ പ്രഗ്നൻ്റ് ആയി. അപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു, എവിടെയാണ് യൂട്രസിൽ എവിടെയാണ് പിടിച്ചേക്കണമെന്ന് അറിയത്തില്ല, ഇനി അബോർഷൻ ആവുമോ എന്ന് അറിയത്തില്ല. എന്നാലും ഞങ്ങൾ ഡോക്ടറെ സ്കാൻ ചെയ്യാൻ പോയി. ഡോക്ടർ പറഞ്ഞു, ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഗർഭം മുന്നോട്ട് പോടോ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ചിലപ്പോൾ പറഞ്ഞു മാസം തികയാതെ പ്രസവിക്കാനുള്ള ചാൻസും ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെ എല്ലായ്പ്പോഴും ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൂടെ കൊണ്ടുപോകും. അതുപോലെ സ്കാനിങ് റൂമിൽ ചെല്ലുമ്പോഴും മാതാവിൻ്റെ കാശുരൂപം ഞാൻ വയറ്റത്ത് വെച്ചിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പിട്ട വെള്ളം വിശ്വാസ പ്രമാണം ചൊല്ലി എപ്പോഴും കുടിക്കും. അതുപോലെ മാതാവിൻ്റെ തൈലം ഉദരത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 6 മാസത്തോളം ഞാൻ ഇവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. വേറൊരു ഗുളികയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ വിജയലക്ഷ്മി ഹോസ്പിറ്റലിലെ ഡോക്ടറേനെയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്ക് തൃശ്ശൂർക്ക് പോകണം, എൻ്റെ നാട്ടിൽ അവിടെയാണ് എൻ്റെ അമ്മ എല്ലാവരും ഉള്ളത്, അവിടെ പോയി എനിക്ക് ഡെലിവറി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ കാരണം ഇവിടുന്ന് പോകാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ 6ാം മാസം ഡോക്ടർ പറഞ്ഞു, ട്രാവൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് നാട്ടിലേക്ക് പോക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ എൻ്റെ 6ാം മാസം മെയ് മാസം ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് മാതാവിന് 10 ജപമാല ചൊല്ലി കാഴ്ചവെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഉണ്ണീനെയും കൊണ്ട് മാതാവിനെ കാണിക്കാനായിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ മാതാവിൻ്റെ ഇവിടുന്ന് ഞാൻ കഴിഞ്ഞ മെയ് മാസം ഞാൻ ഇറങ്ങിപ്പോയത്. എന്നിട്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ, ഒരു കോംപ്ലിക്കേഷനോ ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങൾക്ക് 2021 ഓഗസ്റ്റ് 3-ാം തീയതി ഞങ്ങൾക്ക് 2022 ഓഗസ്റ്റ് 3-ാം തീയതി ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പെൺകുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് മാതാവിൻ്റെ പോലെ ഒരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ മാതാവ് നൽകി. എനിക്ക് സിസേറിയൻ ആയിരുന്നു, ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. സിസേറിയൻ വന്നപ്പോഴും എൻ്റെ അമ്മ പറഞ്ഞു, ദൈവമേ കുറേ നേരം കിടക്കേണ്ട വരുമല്ലോ ഹോസ്പിറ്റലിൽ നിന്ന്. പക്ഷേ 3-ാം പൊക്കം നോർമൽ ഡെലിവറി പോലെ തന്നെ 3-ാം പൊക്കം എനിക്ക് ഡിസ്ചാർജ് തന്ന് മാതാവ് അവിടെ എന്നെ കാത്തു. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഉണ്ണിക്ക് ഞങ്ങൾ പേരിട്ടത് സേറാ മറിയം എന്നാണ്. ഉണ്ണി ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു. ഉണ്ണി ഞങ്ങളെ കയ്യിലുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ഉണ്ണിയുടെ മാമോദീസയുടെ സമയത്തും മാമോദീസയുടെ തലേ ദിവസം എനിക്ക് ഭയങ്കര പനിയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഭയങ്കര ക്ഷീണം. എല്ലാവരെയും വിളിച്ചു കൂട്ടി ഫംഗ്ഷൻ നടക്കോ ഇല്ലയെന്ന് അറിയത്തില്ല. ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം, അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, കുഞ്ഞു ഉണ്ണിയാണ്, നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന്. അവസാനം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഫംഗ്ഷൻ ഉണ്ട്, എന്താ ചെയ്യാമെന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു നമുക്ക് ഉണ്ണീനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നിങ്ങൾ നെബുലൈസ് ചെയ്യി, നിങ്ങളുടെ റിസ്കിൻ്റെ പുറത്താണ് ഞാൻ വിടുന്നത്, ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദി അല്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വിട്ടത്. പക്ഷേ പിറ്റേ ദിവസം മാമോദീസയ്ക്ക് ഒരു കുഴപ്പമില്ല. അത് എൻ്റെ ഉണ്ണി നല്ല ഹാപ്പി ആയിട്ട് നല്ല കരയാതെ കുർബാനയിൽ മൊത്തം മാമോദീസ വെള്ളം വീഴുമ്പോഴും ഒന്നും ഉണ്ണി കരഞ്ഞില്ല. ഫംഗ്ഷൻ എല്ലാം നല്ല രീതിയിൽ നടന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട വന്നില്ല. നല്ല രീതിയിൽ ഫംഗ്ഷൻ ഞങ്ങൾക്ക് മാമോദീസ കഴിഞ്ഞു നല്ല രീതിയിൽ. പിന്നെ മാതാവിന് കൊടുത്ത വാക്കായിരുന്നു വേറെ ഒരു ആഘോഷങ്ങൾക്കും കൊണ്ടുപോകാണ്ട് ഉണ്ണീനെ മാതാവിൻ്റെ മുന്നിലേക്ക് വന്നതിന് ശേഷമാണ് ഏത് പരിപാടിക്കും പുറത്തേക്ക് പോവുള്ളൂ എന്ന് മാതാവിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉണ്ണിക്ക് ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. മാതാവിൻ്റെ അടുത്ത് ഉണ്ണീനെ കാണിക്കാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. അതാണ് എൻ്റെ ആദ്യത്തെ നിയോഗം മാതാവ് എനിക്ക് സാധിച്ചു തന്നത്. 2ാമത്തെ നിയോഗമായിരുന്നു ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച മാതാവ് ഞങ്ങൾക്ക് നൽകി. ചേട്ടൻ്റെ സാലറിയിലായാലും എല്ലാം മാതാവ് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ 3ാമത്തെ നിയോഗമായിരുന്നു ഭാഗോടമ്പടി നടക്കണമെന്ന്. ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ ഭാഗോടമ്പടി നല്ല രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു മകനാണ് എങ്കിൽ പോലും അവിടെ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ മാതാവിൻ്റെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. 2021
ഡിസംബർ 8-ാം തീയതി അമലോത്ഭവ മാതാവിൻ്റെ ദിവസം എനിക്ക് രജിസ്ട്രേഷൻ നടന്നു കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മാതാവ് അതുപോലെ തന്നെ 8-ാം തീയതി എനിക്ക് രജിസ്ട്രേഷൻ നടത്തി തന്നു. ഈ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. ദൈവത്തിന് മഹത്വം. എൻ്റെ പേര് ജെനി ജയ്. ഞാൻ ഗുജറാത്തിനാണ്. സോ ആക്ച്വലി ഞാൻ ബികോം ഗ്രാജുവേറ്റ് ആണ്. ബികോം ഗ്രാജുവേറ്റ് ആയിട്ട് 2021 ഗ്രാജുവേറ്റ് ആയത്. സോ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിൽ വന്നു. എൻ്റെ വിസ പ്രോസസ്സിങ്ങിക്ക് വേണ്ടി ഞാൻ ആക്ച്വലി വെളിയിൽ പോകാൻ വേണ്ടിയായിരുന്നു. സോ ഞാൻ മാൾട്ടയിൽ പോകാനായിരുന്നു. സോ ഞാൻ കേരളത്തിൽ വന്നു. ഞാൻ എൻ്റെ ആൻറ്റി അങ്കിളുടെ കൂടി പത്തനംതിട്ട റാന്നിയിലാണ് താമസിക്കുന്നത്. സോ ഞാൻ വന്നപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു, എനിക്ക് കിട്ടിക്കോളും, എനിക്ക് വിസ കിട്ടിക്കോളും എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ അത്രയൊന്നും, മമ്മിയൊക്കെ ആക്ച്വലി പ്രാർത്ഥിക്കുന്നുണ്ട്, ബട്ട് ഞാൻ അത്ര ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഓക്കെ. അപ്പോൾ പിന്നെ മമ്മി ആക്ച്വലി ഏപ്രിലിൽ ഉടമ്പടി എടുത്തു. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഞാനും ഉണ്ടായിരുന്നു. ബട്ട് മമ്മി 6 വിഷ് എഴുതാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ എഴുതണ്ട, മമ്മിയുടെ എല്ലാം എഴുതിക്കോ, എൻ്റെ ഒന്നും ആഡ് ചെയ്യണ്ട, PCOSയുടെ എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി പറയുവാണെങ്കിൽ എൻ്റെ PCOSയുടെ എനിക്ക് മെഡിക്കേഷൻ ഇല്ലാതെ എൻ്റെ പീരിയഡ് റെഗുലറായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മമ്മീനെ ഇങ്ങനെ പറഞ്ഞായിരുന്നു ദാറ്റ് എൻ്റെ ഒന്നും എഴുതണ്ട, വിസയുടെ ഒന്നും എഴുതണ്ട, എൻ്റെ ഐക്കോലും ഞാൻ ഇങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് എൻ്റെ മെറിറ്റ് ഉണ്ടല്ലോ, എനിക്ക് വേണ്ട, ചുമ്മാ വേസ്റ്റ് ചെയ്യണ്ട, ചുമ്മാ വേറെ വിഷയമൊക്കെ എഴുതിക്കോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം മമ്മി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് മമ്മി വിട്ട് കളഞ്ഞു. മമ്മിയൊക്കെ അത് ബാക്കിയെല്ലാം എഴുതിയിട്ട് മമ്മി പോയി. നമ്മളെല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ജൂലൈയിലൊക്കെ ആയപ്പോൾ എനിക്ക് റെഫ്യൂസൽഡ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എനിക്ക് മെറിറ്റ് ഉണ്ടായിരുന്നല്ലോ, എനിക്കെല്ലാം ഉണ്ടായിരുന്നല്ലോ, പിന്നെ നിന്നെ ആയെന്നൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഇച്ചിരി ഡിപ്രസ്സായി പോയി. ആക്ച്വലി മമ്മിയൊക്കെ എല്ലാവരും തിരിച്ച് ഗുജറാത്തിൽ പോയി, ഞാൻ മാത്രം കേരളത്തിലിരുന്നു. ഞാൻ അവിടുത്തെ എറണാകുളം പോകാൻ വരാനും ഒക്കെ ഈസി ആയിരിക്കും, അതുക്ക് വേണ്ടി ഞാൻ കേരളത്തിൽ തന്നെ ഇരുന്നു. സോ ഞാൻ തിരിച്ച് പോയില്ല. എൻ്റെ മമ്മി എല്ലാവരും പോയി, ഞാൻ മാത്രം അവിടെ ഇരുന്നു. ഞാൻ ഓർത്ത് ജൂലൈയിൽ എനിക്ക് കിട്ടുമ്പോൾ പിന്നെ എല്ലാവരും പോയാൽ മതിയല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചതാണ്. എല്ലാവരെയും ഒക്കെ ബൈ എന്നൊക്കെ എല്ലാം പറഞ്ഞ് ഫെയർവെല്ലൊക്കെ ആയിട്ട് ഞാൻ വന്നതായിരുന്നു. തിരിച്ച് പോകാൻ ഇച്ചിരി ഇങ്ങനെ പോകാൻ ഇങ്ങനെ മനസ്സില്ലായിരുന്നു. സോ ഞാൻ പോയില്ല. പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് എനിക്ക് ജൂലൈയിൽ എനിക്ക് റെഫ്യൂസൽ കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി ഇങ്ങനെ സങ്കടം വന്നു, ഇച്ചിരി ഡിപ്രഷനും പിന്നെ ആങ്സൈറ്റി പോലെ ഇങ്ങനെയൊക്കെ വന്നു. ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്താകും, എൻ്റെ ഒന്നും ആകത്തില്ലല്ലോ എന്നിങ്ങനെയൊക്കെ ആയി. അപ്പോൾ പിന്നെ എൻ്റെ ആൻറ്റിയും പിന്നെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നീയും ഉടമ്പടി എടുത്തോ. ഇപ്പം ഞാൻ ജൂലൈ മാസത്തിൽ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് 22 ജൂലൈയിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മാതാവിനെ എടുത്തുകൊണ്ട് വരാൻ എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു. സോ എനിക്ക് അതൊരു നല്ല എനിക്ക് തോന്നി എനിക്ക് എന്തെങ്കിലും കിട്ടാനായിരിക്കും എനിക്ക് മാതാവിനെ കിട്ടിയെന്ന് ഞാൻ ഇച്ചിരി ഇങ്ങനെ ബിലീവ് വന്നു. പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് എനിക്ക് പേപ്പറൊക്കെ ഇങ്ങനെ ടാസ്കൊക്കെ അല്ലേ, ഇങ്ങനെ ഒരു മിഷൻ പോലെയല്ലേ, നമ്മൾക്ക് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, നമുക്ക് ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ അങ്കിളുടെ കൂടി ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൻ്റെ മുമ്പേ ചാരിറ്റിക്ക് വേണ്ടി എല്ലാം ആൾക്കാളുകൾ വരുമ്പോൾ അവരൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പേപ്പർ റെയിൽവേ ഓട്ടോക്കാരും പിന്നെ കടക്കാരെയൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ കേട്ടാൻ തരത്തില്ല, ബട്ട് ഞാൻ വെളിയിൽ എല്ലാവരെയും കൊടുത്തായിരുന്നു. പിന്നെ അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഡേ ഇങ്ങനെ ആയപ്പോൾ എൻ്റെ മലയാളം ഇച്ചിരി ആർക്കും അത്ര മനസ്സിലാകത്തില്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ, ഞാൻ ആരുടെയോ അണ്ടറിൽ ജോലി ചെയ്യുക പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം അവരെല്ലാവരും പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഇപ്പോൾ നീ പിന്നെ വന്നാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഓണർ വന്നു കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു അത് ഫ്രീയാണ്, അത് ഞാൻ ആരുടെ അണ്ടറിൽ ജോലി ചെയ്യുമല്ല, ഇത് ഞാൻ ഉടമ്പടി എടുത്തതാണ്. സോ എനിക്കതെങ്ങനെയൊക്കെ ചെയ്യണം, അതൊക്കെ നമുക്ക് പ്രവൃത്തികളൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എടുത്തു, സ്റ്റാർട്ടിങ് ഇങ്ങനെ ആയി. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുമല്ലോ, ഞാൻ ഒന്നും ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. സോ ഞാൻ മാക്സിമം ടൈം ഇപ്പോൾ ബൈബിൾ വായിക്കുന്നു ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ വേറെ ഒത്തിരി ടെസ്റ്റ് മണിയൊക്കെ കാണുമ്പോൾ ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞിട്ടുണ്ട് കൃപാസനം മാതാവേ ആവേ മരിയാണ് ഒത്തിരി പ്രാവശ്യം എഴുതുന്നു എന്ന്. ഇങ്ങനെ എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനും എഴുതാമെന്ന് ഓർത്ത് എനിക്ക് കിട്ടുന്ന വരെ ഞാൻ എഴുതാമെന്ന് വെച്ചു. സോ എനിക്കൊരു ഡയറി ഉണ്ട്, ആ ഡയറിയിൽ മാക്സിമം ഫുൾ പേജ് കംപ്ലീറ്റ് ആയി. ഫുൾ പേജ് ഇല്ല, ഹാഫ് പേജ് കംപ്ലീറ്റ് ആയി ഞാനിങ്ങനെ എഴുതി ഫുൾ തീരാറായി. അപ്പോൾ പിന്നെ ഞാനൊരു എൻ്റെ ഒന്നും ആകുന്നില്ലല്ലോ, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, മാക്സിമം എല്ലാം ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ വിചാരിച്ചിരുന്നു.
പിന്നെ പിന്നെ ഗ്രാജുവലി ഒക്കെ ഞാൻ ഇച്ചിരി ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിളിൽ ഞാൻ എവറി ഡേ 5 ചാപ്റ്റേഴ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 5 ചാപ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ഞാനെല്ലാം ഇങ്ങനെ നോക്കുവേ. ഞാൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റാണ് തുടങ്ങിയത്. സോ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് ക്രോണിക്കിൾസ് വരെ ഞാൻ വായിച്ച് കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ക്രോണിക്കൽ തുടങ്ങുന്ന മുമ്പിൽ ഒത്തിരി ആൾക്കാരുടെ പേരുകളൊക്കെ ഓർത്തപ്പോൾ ഞാൻ ഓർത്തോ എന്നത് ഇങ്ങനെ നല്ല പേരുകൾ ഇങ്ങനെ ഒത്തിരി ഹാർഡൊക്കെയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ജമ്പ് ചെയ്യാൻ ഓർത്ത് ഈശോയുടെ ഒക്കെ എല്ലാം നോക്കാമല്ലോ എന്ന് ഓർത്ത് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ പോയി. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ പോയപ്പോൾ ഞാൻ എല്ലാം റീഡിങ് ചെയ്യുമ്പോൾ എവറി ഡേ 5 ചാപ്റ്റേഴ്സ് വായിക്കുന്നുണ്ടല്ലോ. സോ 5 ചാപ്റ്റേഴ്സ് വായിക്കുമ്പോൾ ഞാനിങ്ങനെ ഊഹിച്ച് വെക്കുവേ ആ ഡേറ്റിൽ അത്ര 5 ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അത്ര ഡേറ്റിൽ അത്ര ഉണ്ടായിരിക്കും ഇങ്ങനെ. അപ്പോൾ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിൽ 28 ചാപ്റ്ററിൽ പൗലോസ്ലിയ മാൾട്ടയിൽ പോകുന്ന ഫുൾ വേർഡ്സും ചാപ്റ്റേഴ്സും ഉണ്ട്. സോ ഞാൻ ഓർത്തു അത് ഏത് ദിവസം വരണേന്ന് ചുമ്മാ ഇങ്ങനെ അസംഷൻ ചെയ്ത് വെച്ചു. ഏത് ഡേറ്റിലാണ് ഞാൻ മാൾട്ടയുടെ വായിക്കാൻ പോകുന്ന അത് ഏത് ഡേറ്റിൽ വരുമെന്ന് അത് നോക്കി അസംഷൻ ചെയ്തു. അത് ചെയ്തപ്പോൾ 6th ഡിസംബറിലായിരുന്നു എനിക്കത് വായിക്കാൻ വരണേ. അപ്പം ഞാൻ ഓർത്തു ഓക്കെ 6th ഡിസംബറിൻ്റെ മുമ്പിൽ എനിക്ക് കിട്ടിക്കൊള്ളുമല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ ഞാൻ വായിച്ചു. പിന്നെ ലാസ്റ്റിൽ പിന്നെ എൻ്റെ 5th ഡിസംബർ ആയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു ദാറ്റ് എൻ്റെ ഡിസ്പാച്ച് ആയിട്ടുണ്ട്, കേരളത്തിൽ വരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ പേടിച്ച് പോയി. ഞാൻ അയ്യോ ഇപ്പോൾ തിരിച്ച് റെഫ്യൂസലായിരിക്കുമോ ഇങ്ങനെ പേടിച്ചിങ്ങനെ ടെൻഷനില്ലായിരുന്നു. സോ പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു എനിക്ക് മാതാവ് തന്നോലും. പിന്നെ ഞാൻ 10:40 ആയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നതായിരുന്നു കേരളത്തിൽ വന്നു. 10:40 പറഞ്ഞാൽ എന്തുവാ, മാതാവിൻ്റെ പണ്ടത്തെ ഗ്രോട്ടോയിൽ ടൈം ഉണ്ടായിരുന്നല്ലോ 8ഉം 10യുടെ അത് 10:40 ആയിട്ട് വായിക്കാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ 10:40 എനിക്ക് കിട്ടി. അപ്പം മാതാവ് ഇച്ചിരി ഒരു സൈൻ ഉണ്ട്. പിന്നെ സെക്കൻഡ് സൈൻ പിന്നെ ഞാൻ ഓർത്തു ഓക്കെ എൻ്റെ കിട്ടി. പിന്നെ എറണാകുളത്തിൽ വന്നത് 2:50 സംതിങ് ആയപ്പോലെ. അത് 2:50 ഞാനിങ്ങനെ വിചാരിച്ച് മാതാവ് ഇങ്ങനെ കൈ വെക്കുന്നുണ്ട് ക്ലോക്കിൽ. അപ്പം ഈ കൈ വരണേ 2 o'clock, ഈ കൈ വരണേ 10 പറഞ്ഞാൽ 50. സോ 2:50 എനിക്ക് എറണാകുളത്തിൽ വന്നു അങ്ങനെ നമ്മൾ ഡിസ്പാച്ചിൽ ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ ഇപ്പോൾ ഷോറാ മാതാവ് തന്നെയായിരിക്കും എൻ്റെ ചെയ്യുന്നതിന്. പിന്നെ ആ ദിവസം തന്നെ രാവിലെ ഞാൻ അച്ഛൻ്റെ ടോക്കൺ കേട്ടോണ്ടിരിക്കുക. എനിക്ക് അത്ര മലയാളം അത്ര പ്യുവറായിട്ട് അറിയില്ല. സോ എനിക്ക് ഇച്ചിരി കേൾക്കാൻ അറിയാൻ വന്നു. 4 നമ്പറുടെ ഡിജിറ്റ് എന്തെങ്കിലും പ്രത്യേകം ഉണ്ട് ബൈബിളിൽ ഒത്തിരി ഉണ്ട് ഇങ്ങനെ എന്തോ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് അയ്യോ അത് വന്നല്ലോ. 10:40 കണ്ടു, പിന്നെ 2:50 കണ്ടു. ഇപ്പം എൻ്റെ എപ്പോൾ കിട്ടും ഒന്നും അറിയില്ല. സോ അത് ഞാൻ നോക്കിയപ്പോൾ 4 മണിക്ക് കിട്ടുമായിരിക്കുമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. ബട്ട് 4 മണിക്ക് വന്നില്ല. ബട്ട് 4:14 ആയപ്പോൾ എനിക്കൊരു ഫോൺ വന്നു, ഏജൻസീന്ന് ഫോൺ വന്നപ്പോൾ ഞാൻ ഓർത്ത് ഹലോ പാസ്പോർട്ട് വന്നേ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പേടിച്ച് ഫോൺ കട്ടാക്കിയിട്ട് ഞാൻ പ്രത്യക്ഷ എല്ലാം പ്രാർത്ഥന എല്ലാം ചൊല്ലി കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചപ്പോൾ എൻ്റെ പപ്പയാ ഫോൺ വിളിച്ചത്. അപ്പോൾ പപ്പാനെ ആക്ച്വലി ഏജൻസിക്കാർ ഞാൻ ഫോൺ കട്ടായെന്ന് പപ്പാനെ വിളിച്ച് പറഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 5th ഡിസംബറിൽ എനിക്ക് മാൾട്ടയുടെ വിസ കിട്ടി. 6th ആയിരുന്നല്ലോ, ബട്ട് അതിന് മുമ്പ് എനിക്ക് കിട്ടി. സോ 5th ഡിസംബറിൽ എനിക്ക് മാൾട്ടയുടെ വിസ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ സന്തോഷത്തിലായി. പിന്നെ ഞാൻ ഓർത്ത് താങ്ക് യു ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ ഒരു ജപമാല ഫുള്ള് ആ സമയത്ത് എനിക്ക് കിട്ടിയപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ആൻറ്റിമാരെയും പറഞ്ഞു. ഞാൻ ആൻറ്റിയുടെ കൂടിലാണല്ലോ താമസിക്കുന്നത്. സോ ഞാൻ ആൻറ്റീനൊക്കെ പറഞ്ഞു. ആൻറ്റിയൊക്കെ എല്ലാവരും ഇങ്ങനെ കരയും. ഒത്തിരി ഞാൻ 7 months ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടില്ലല്ലോ. സോ ഞാൻ ഇച്ചിരി സങ്കടത്തിലായിരുന്നു ആദ്യമേ തൊട്ട്. സോ അതൊക്കെയായി. പിന്നെ എനിക്ക് 5th ഡിസംബറിൽ കിട്ടി. ഇപ്പോൾ 15th ഡിസംബറിൽ ഞാൻ മാൾട്ട പോവാണ്. സോ എനിക്ക് അതെല്ലാം തന്നതിന് മാതാവിന് കോടാനക്കോടി നന്ദി. ഞാനിവിടെ എൻ്റെ പേര് ശോശാമ്മ ജോസഫ്. ഞങ്ങൾ എറണാകുളത്തു നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിന് തേവര കോളേജിൽ സെക്യൂരിറ്റിയായിട്ട് ജോലിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് എന്തോ ഈ ഒരു കാരണവശാൽ ജോലിയിൽ നിന്നും പുറത്തു പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞൊരു ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടി എടുത്തു. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ
എൻ്റെ ഭർത്താവിന് പോയ സ്ഥലത്തുനിന്ന് തന്നെ ജോലിയേക്ക് ചെല്ലാൻ പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചു. ഈ നവംബർ 1-ാം തീയതി ജോലിക്ക് പ്രവേശിച്ചു. ഞങ്ങൾ അത് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ശ്വാസം മുട്ടലൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ കാശ് രൂപമൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി തൈലം പുരട്ടി 34 വർഷമായിട്ടുള്ള ശ്വാസം മുട്ടലും മാറി. ഞങ്ങൾക്ക് ഇപ്പോൾ സമാധാനം. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. പുള്ളിക്ക് പള്ളിയിൽ പോകാൻ ഞായറാഴ്ച ദിവസം മാത്രമേ പറ്റുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മാതാവ് കുറേ അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് പോൾസി ജെനി. ഇതെൻ്റെ ഹസ്ബൻഡ് ജെനി ജോസ്. ഞങ്ങൾ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട മാപ്രാണം ഹോളി ക്രോസ് ഇടവകാംഗങ്ങളാണ്. ഞാനിവിടെ ഏപ്രിൽ 2022 ആദ്യമായി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടെ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച കൃപാസനം പത്രത്തിൽ നിന്നാണ് കൃപാസനം മാതാവിനെക്കുറിച്ചും ഇവിടുത്തെ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞാൻ അറിയാനിടയായത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിലൂടെ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ആദ്യം തന്നെ എനിക്ക് 6 വർഷത്തോളമായിട്ട് PCOD ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അതായത് പീരീഡ്സിൻ്റെ ആദ്യത്തെ 2 ദിവസം ഓവർഫ്ലോ ആയിരുന്നു. ഒട്ടും പുറത്തേക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് ഓവുലേഷൻ ഉണ്ടായിരുന്നില്ല. അതുപോലെ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചില മാസങ്ങളിൽ പീരീഡ്സ് വന്നിരുന്നില്ല. മരുന്നുകൾ കഴിക്കുമ്പോൾ വരും, പിന്നീട് പഴയ സ്ഥിതി തന്നെയായിരുന്നു. ആ സമയത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്തതിൽ പിന്നെ എനിക്ക് ഇതുവരെ PCODയുടെ ഒരു ലക്ഷണങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ അതിൽ നിന്ന് പൂർണ്ണ സൗഖ്യം നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതോടുകൂടെ തന്നെ ഒരു 8 വർഷത്തോളമായിട്ട് എനിക്ക് സ്ഥിരമായിട്ട് തലകറക്കമുള്ള വ്യക്തിയായിരുന്നു. അതായത് തലകറക്കം വരും. അത് എനിക്ക് കുർബാനയിൽ ശരിയായി പങ്കെടുക്കാൻ പറ്റിയില്ല. പള്ളിയുടെ ബാക്കിലൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ ചെന്നിരിക്കുക. അതുപോലെ കുർബാന സ്വീകരിക്കാൻ ലൈനായിട്ട് വന്ന് എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റിയിരുന്നില്ല. അതുപോലെ തന്നെ എവിടെയെങ്കിലും ക്യൂ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഒരുപാട് ശബ്ദങ്ങളും ബഹളങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വയറിന് പ്രോബ്ലംസ് വരും. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനിടയായി. അപ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ശരിയായിട്ടുള്ള കാരണം കണ്ടുപിടിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു ആയുർവേദ ഡോക്ടറെ കാണാൻ പറ്റി. അപ്പോൾ ഡോക്ടർ എന്നെ കണ്ടിട്ട് പോലുമില്ല. ഡോക്ടർ എൻ്റെ 1-2 ലക്ഷണങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രോബ്ലംസ് ആൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഇതൊക്കെയാണോ നിങ്ങളുടെ ലക്ഷണങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് തന്നെയാണ്, എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തിരുന്നു, എനിക്ക് നോർമലാണ്, പക്ഷെ മരുന്ന് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു വെറുതെ TSH നോക്കിയിട്ട് കാര്യമില്ല, T4 T3 ഒക്കെ നോക്കേണ്ടി വരും, അതുപോലെ ടെസ്റ്റുകൾ നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ഞാനത് ടെസ്റ്റുകൾ നടത്തിയപ്പോൾ അതിൽ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു. അത് ESR കണക്കല്ലാണ്ട് കൂടുതലായിരുന്നു. ഞാൻ കഴിച്ചിരുന്നത് ഓവർഡോസായിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ഉടമ്പടി എടുത്തിരുന്നപ്പോൾ എൻ്റെ തൈറോയിഡ് മാറിയിരുന്നിരിക്കാം. ഞാൻ മരുന്ന് കഴിച്ചതുകൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ അത് ഓവർഡോസായിരുന്നു. എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ കൃത്യമായിട്ട് രോഗം മനസ്സിലായതുകൊണ്ട് തന്നെ ഇപ്പം മരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. ഇതുപോലെയൊന്നും എനിക്ക് നിന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല. ഇന്ന് കുർബാനയ്ക്ക് നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡെയിലി കുർബാനയ്ക്ക് പോകുന്നുണ്ട്, കുമ്പസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഗ്രഹം നൽകിയ മാതാവിന് നന്ദി പറയാണ്. അതുപോലെ അതിലും ഒരു 8 വർഷത്തിൽ കൂടുതലായിട്ട് നന്നായി മുടി കൊഴിച്ചിൽ അനുഭവിച്ചിരുന്നു ഞാൻ. അതായത് നമ്മൾ കുമ്പിട്ട് മുടി കോന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മുടി കൊഴിയും. വിഗിൻ്റെ അവസ്ഥയിൽ വരെ എത്തുമെന്ന് പേടിച്ചിട്ടുണ്ട് ഞാൻ. ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എൻ്റെ മുടി കൊഴിച്ചിൽ നല്ല പോലെ കുറഞ്ഞു. എനിക്കിപ്പോൾ ആ മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നം ഫീൽ ചെയ്യാറേ ഇല്ല. അതുപോലെ ഇനി എൻ്റെ അപ്പച്ചന് കിട്ടിയൊരു രോഗസൗഖ്യമാണ്. അതായത് അപ്പച്ചന് ഒരു ദിവസം പെട്ടെന്നാണ് യൂറിൻ കളർ ചേഞ്ചിൽ പോയി തുടങ്ങി. ഭയങ്കര വയറുവേദനയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ അപ്പച്ചന് കിഡ്നി സ്റ്റോണായിരുന്നു. 2 സ്റ്റോൺ ഉണ്ടായിരുന്നു. 5 mm-ൻ്റെയും 12 mm-ൻ്റെയും ചെറിയൊരു ചക്കക്കുരുവിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു. അത് കിഡ്നിയിലായിരുന്നില്ല, അത് ട്യൂബിലോട്ട് ഇറങ്ങി ബ്ലോക്കായി നിൽക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര പെയിനായിരുന്നു ആൾക്ക്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷനാണ് വഴി, മരുന്ന് കഴിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ
അപ്പച്ചന് ഓപ്പറേഷൻ ടെൻഷനായതുകൊണ്ട് തന്നെ ഒറ്റമൂലിയൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ ആരും ഉറപ്പ് പറഞ്ഞില്ല, ഒട്ടും മാറ്റാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല, വേണമെങ്കിൽ വേദന കുറച്ച് തരാം, അത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയ്ക്ക് നമ്മുടെ ഉടമ്പടി തൈലം കൊടുത്തിരുന്നു. അപ്പം അമ്മ അത് യൂസ് ചെയ്തു. അമ്മ മാതാവിൻ്റെ രൂപം അടുത്ത് വെച്ചിട്ട് അപ്പച്ചൻ്റെ മേല് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴും മരുന്ന് കഴിച്ചിട്ടും വെള്ളം കുടിച്ചിട്ടും കുറയാതിരുന്ന കല്ല് 4ാമത്തെ പ്രാവശ്യം ഉടമ്പടി തൈലം ഉപയോഗിച്ചിട്ട് പോയി സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ആ കല്ല് അവിടെ ഇല്ല എന്നായിരുന്നു. അപ്പച്ചന് വേദന പോലും അധികം അനുഭവിക്കാതെ ആ കല്ല് എങ്ങനെയോ പുറത്തു പോയി. അത് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയായിരുന്നു. അടുത്തത് ഞങ്ങളുടെ ഒരു എൻ്റെ വീട്ടിൽ നടന്ന ഒരു കേസായിരുന്നു. അതായത് 10 വർഷമായിട്ട് ഒത്തുതീർപ്പാവാതെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടും അത് തീരാതെ അപ്പീൽ കൊടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഈ ഉടമ്പടി വെച്ചതിൻ്റെ ഭാഗമായിട്ട് ആ കേസ് അവർ തന്നെ മുൻകൈ എടുത്ത് ഇപ്പോൾ ഒത്തുതീർപ്പായി, അളവ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വലിയൊരു കുടുംബത്തിൻ്റെ ഒരു ടെൻഷൻ മാതാവ് തീർത്ത് തന്നു. അടുത്തത് എൻ്റെ മകൾക്കുണ്ടായ ഒരു സാക്ഷിയാണ്. അതായത് എൻ്റെ മകൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട് ഒരുപാട് നാൾ വീട്ടിലിരുന്നിട്ട് പിന്നീട് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ അവൾക്ക് ഭയങ്കര പേടി. വീട്ടിൽ കുഴപ്പമില്ല, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടി. എന്തോ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവണില്ല, ശ്വാസം മുട്ട് വരിക, പെട്ടെന്ന് ടെൻഷൻ കയറുക. അപ്പം ഞാൻ ഓട്ടോയിൽ എന്നെ വിളിച്ചു പറയും, ഞാൻ ഓട്ടോയിൽ പോയിട്ട് അവളെ കൊണ്ടുവരും. ഇത് സ്ഥിരമായിപ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി. അപ്പോൾ ടീച്ചേഴ്സ് സംസാരിച്ചിട്ട് അവൾ ഓക്കെ ആവണില്ല. അപ്പോൾ അവൾക്കൊരു വാശി, ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചാൽ എൻ്റെ അസുഖം മാറും. അപ്പം ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല, ഇവിടെ വന്ന് അച്ഛനെ കാണാൻ പറ്റുന്ന ഒരു ഉറപ്പുണ്ടായില്ല. എന്തോ ദൈവസഹായം കൊണ്ട് ഇവിടെ വന്നപ്പോൾ അച്ഛനെ ഞങ്ങൾക്ക് അന്ന് കാണാൻ പറ്റി. അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ നന്നായി പഠിക്കും, നല്ല ആക്റ്റീവായിരുന്നു. അവൾക്കിപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾക്ക് കിട്ടിയ 1-2 സാക്ഷ്യം കൂടെ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന്, എൻ്റെ ഏറ്റവും അടുത്തൊരു ക്ലോസ് ഫ്രണ്ടാണ്, ആളുടെ മോൻ ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂട്ടിയിടിച്ചിട്ട് വീണു. അപ്പോൾ തല തട്ടിയോന്ന് അവർക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഛർദിയായിരുന്നു. പച്ചവെള്ളം കുടിച്ചാൽ പോലും ഛർദിക്കുക, ചായ കുടിച്ചത് ഛർദിക്കുക. അപ്പം ഞാൻ നമ്മുടെ നേർച്ച വസ്തു ഉപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് വെള്ളത്തിൽ ഉപ്പ് കലക്കി മോന് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നെ വിളിച്ചു പറഞ്ഞു, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി പേടിക്കേണ്ട, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളതല്ലേ, കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ നേർന്നു. മോനൊരു കുഴപ്പമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ മോൻ തിരിച്ചു വരാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ മുന്നിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി തന്നെ മോനൊരു കുഴപ്പമില്ല, അത് വീണതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ടോ വയറ് ഇതായതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ മോനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, ആൾ ക്രൈസ്തവരാണ്. അവർ മാതാവിലും എല്ലാത്തിലും വിശ്വാസം ഉണ്ടായിരുന്നു. ആൾക്ക് ഡെലിവറിയിൽ കൊച്ച് പുറത്തേക്ക് വരുന്ന ടൈമിൽ തല പുറത്തേക്ക് വന്നു, അവിടെ വെച്ചിട്ട് ബ്ലോക്കായി. അപ്പോൾ ബ്രെയിൻ ഡെഡായിപ്പോയി. അപ്പോൾ ഒരു 99% കൊച്ചിനെ കിട്ടില്ല എന്ന് ഉറപ്പ് പറഞ്ഞതാണ്. ആ സമയത്താണ് എന്നെ വിളിച്ച് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ മാതാവുണ്ട്, ഇങ്ങനെ ഒരു മാതാവുണ്ട്, പ്രാർത്ഥിച്ച് നടക്കും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം എന്ത് പറഞ്ഞാലും ചെയ്യാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാൻ. അപ്പോൾ ആളാണെങ്കിൽ മഠത്തിലൊക്കെ പഠിച്ചതായതുകൊണ്ട് കൊന്ത ചെല്ലാനൊക്കെ അറിയായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി വഴി ഇവിടെ ഉടമ്പടി എടുത്തൊരു ചേച്ചി വഴി തന്നെ തൈലം അവിടെ എത്തിക്കാൻ പറ്റി. അപ്പോൾ ഉണ്ണീനെ തേക്കാൻ അവർ ഡോക്ടേഴ്സ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി നെറ്റീമ തൈലം തേച്ച് പ്രാർത്ഥിച്ചാൽ മതി, മോൾക്ക് എന്തായാലും ഉണ്ണിക്ക് സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞു. അതിനുശേഷം 99% പോലും ഹോപ്പില്ലാതിരുന്ന ഒരു കേസായിരുന്നു. എന്നിട്ട് ആ ചേച്ചി എന്നെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോൾക്ക് പെട്ടെന്നാണ് മാറ്റങ്ങൾ വന്നത്. ഇപ്പോൾ തന്നെ ശ്വസിക്കാൻ തുടങ്ങി, വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി സ്വയം ശ്വസിക്കുന്നുണ്ട്. ഉണ്ണിക്ക് ഒരു 80% നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണി റിക്കവറായി വരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നൽകിയ സ്വർഗസ്ഥനായ പിതാവിനും മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. നന്ദി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് രാഖി, ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2020-ലാണ്. എൻ്റെ കസിൻ വഴിയാണ് ഞാനിത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം ഞാൻ MCOM പാസ് ഔട്ടായി കഴിഞ്ഞ് 2 ഇയേഴ്സ് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പുറത്ത് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കൊറോണയൊക്കെ വന്നു. അത് കഴിഞ്ഞ് എൻ്റെ പുറത്ത് പോകുന്ന അറ്റംപ്റ്റൊക്കെ ഫെയിലിയർ ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ്
ഈ 2020 ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അതായത് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു പ്രാർത്ഥന മാത്രം മതിയായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഉടമ്പടി വീണ്ടും പുതുക്കി കഴിഞ്ഞപ്പം ഒന്നുകൂടെ എനിക്ക് എൻ്റെ കാര്യത്തിൽ പ്രോഗ്രസ് വന്നു. മാതാവ് തന്നെ എനിക്ക് ഓരോ ഐഡിയാസ് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ കാനഡയുടെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. സ്റ്റഡി പെർമിറ്റിന് വേണ്ടിയാണ്. അതെല്ലാം നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് IELTS ആണല്ലോ. അപ്പോൾ IELTSന് വേണ്ടി ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ IELTS പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ വന്ന് ഞാനിവിടെ അമ്മയ്ക്ക് മുന്നിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. പക്ഷേ IELTS എനിക്ക് ഭയങ്കര പാടൊക്കെ ആയിരുന്നു. 3 മൊഡ്യൂൾസ് എല്ലാം ഭയങ്കര പാടായിരുന്നു. ഞാൻ വിചാരിച്ച് കിട്ടത്തില്ലായിരിക്കുമെന്ന്. പക്ഷേ മാതാവ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാക്കി തന്നു. ഞാൻ അത് കഴിഞ്ഞ ഉടനെ ഇവിടെ വന്നായിരുന്നു. ഞാൻ സാക്ഷി എഴുതി കൊടുത്തേക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്രോസസ്സ് കോളേജിലേക്ക് അപ്ലൈ ചെയ്യുകയായിരുന്നു. കോളേജിലും അപ്ലൈ ചെയ്തു. ഒരു 3-4 വീക്സിനുള്ളിൽ തന്നെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററാണ് എനിക്ക് ആദ്യം തന്നെ വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഫീസിൻ്റെ കാര്യമാണെങ്കിലും ബയോമെട്രിക്സ് ആണെങ്കിലും പിന്നെ തുടർന്നുള്ള വിസ സബ്മിഷൻ വരെ എല്ലാം കറക്റ്റായിട്ട് ഭംഗിയായിട്ട് രീതി നടന്നു. പിന്നെ വിസ സബ്മിറ്റ് ചെയ്തു. November 15 ആയപ്പം വിസയുടെ ഡിസിഷൻ വന്നു. അത് റിജക്ഷൻ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും റിജക്ഷൻ വന്നല്ലോ. പക്ഷേ എന്നാലും ഞാനും ഞങ്ങളെല്ലാവരും ഒന്നുകൂടെ അമ്മയിലും ഈശോയിലും മുറുകെ പിടിച്ചു. പ്രേക്ഷിത പ്രവർത്തനങ്ങളും ബൈബിൾ വായനയൊക്കെ ആണെങ്കിലും എല്ലാം ഭയങ്കര സ്ട്രോങ് ആക്കി. ജപമാല അറിയത്തില്ലായിരുന്നു. പക്ഷേ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് കൃപ ലഭിച്ചു. അപ്പോൾ അന്ന് ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചു. അങ്ങനെ എല്ലാം സ്ട്രോങ് ആക്കി. രോഗികളെ സന്ദർശനമാണെങ്കിലും ഈ ഫുഡുണ്ടാക്കി വഴിയരികത്തിരിക്കുന്നവർക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റി. അതെല്ലാം സ്ട്രോങ് ആയിട്ട് നടന്നു. എന്നിട്ട് ഞാൻ ഒരു ഡേറ്റ് ഇട്ടു മാതാവിനോട്. എനിക്ക് December 9 എനിക്ക് എൻ്റെ വിസ അപ്രൂവൽ ലെറ്റർ എനിക്ക് മാതാവ് തരണം എന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് January 9 ആകുമ്പം ക്ലാസ് തുടങ്ങും. അങ്ങനെ അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഡേ ഇതുപോലെ വന്ന് അമ്മയുടെ മുന്നിൽ ആദ്യമേ വന്ന് പറയത്തുള്ളൂ, എന്നിട്ടേ ബാക്കിയുള്ളവരോടൊക്കെ പറയത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ കാനഡയുടെ അവിടെ 9 ആയപ്പം എനിക്ക് വിസ അപ്രൂവൽ ലെറ്റർ കിട്ടി. ഞാൻ നാളെ ടിക്കറ്റ് എടുക്കും. 3rd പോകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും നല്ല തലവേദനയായിരുന്നു. ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോഴും ഈ വെയിലൊക്കെ അടിക്കുമ്പോഴും നല്ല തലവേദനയായിരുന്നു. പിന്നെ വൈകിട്ട് വന്നാൽ ടാബ്ലറ്റ് കഴിക്കാതെ എനിക്ക് എൻ്റെ തലവേദന മാറത്തില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ തലവേദന എനിക്കിപ്പോൾ ഇല്ല. പിന്നെ അമ്മയ്ക്കാണെങ്കിലും മുട്ടുവേദന ഏകദേശം ഒരു 30 വർഷത്തോളമായി അമ്മയുടെ കാലിന് നല്ല വേദനയൊക്കെ ആയിരുന്നു, നീരൊക്കെ ഉണ്ടായിരുന്നു, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി തൈലം എന്ന് തേച്ച് തൊട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അന്ന് അമ്മയുടെ മുട്ടിൻ്റെ വേദനയൊക്കെ കുറവുണ്ട്. ഇപ്പം കാലൊക്കെ മടക്കാനൊക്കെ പറ്റും. പിന്നെ അമ്മയ്ക്ക് ഇടയ്ക്ക് ഒരു വട്ടം വോമിറ്റിങ് വന്നപ്പോഴും ചെസ്റ്റിൽ എന്തോ ഇരിക്കുന്ന പോലെ തോന്നി. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ അവിടെ ECG എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം വേരിയേഷൻ വന്നപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് റിക്വസ്റ്റ് ചെയ്തു. അപ്പം അമ്മ പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോർമലാണ്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് മോളി ജോർജ്. ഞാൻ എറണാകുളം ജില്ലയിൽ പാങ്കോട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. 2018 ആദ്യമായിട്ടാണ് എനിക്ക് കൃപാസന പത്രം കയ്യിൽ കിട്ടുന്നത്. ആ സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. കൃപാസന പത്രം എന്താണെന്നോ കൃപാസനം എന്താണെന്നോ ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആ പത്രം വായിച്ചു. ആ പത്രത്തിലെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ കണ്ട് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് കൊടുത്തു. അന്നേരം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ഈ ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അപ്രകാരം തന്നെ എനിക്ക് ജോലി കിട്ടി. ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു. അതിൽ ആദ്യത്തെ നിയോഗമായ എൻ്റെ മോൾക്ക് പഠിത്തത്തിൽ നല്ല റിസൾട്ട് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചു. അത് പ്രകാരം അവൾക്ക് BTechന് ഒരു സെമസ്റ്ററിൽ 1 സപ്ലി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ റീവാലുവേഷന് കൊടുത്തോളം പറഞ്ഞു. അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാനത് എഴുതുന്നില്ല, ഞാൻ വീണ്ടും സപ്ലി എഴുതിക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നീ എന്തായാലും റീവാലുവേഷന് കൊടുത്തോ, ബാക്കി കാര്യങ്ങളൊന്നും നീ അറിയണ്ട എന്ന് ഞാൻ പറഞ്ഞു.
അതുപ്രകാരം അവൾ മനസ്സോടെ റീവാലുവേഷന് കൊടുത്തു. പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അവൾ റീവാലുവേഷനിൽ പാസ്സാകുമെന്ന്. അവൾ റീവാലുവേഷനിൽ പാസ്സായി. അവൾക്ക് സപ്ലി ഇല്ലാതെ തന്നെ അവൾ ബിടെക് പാസ്സായി. അതുപോലെ തന്നെ അവൾ വീണ്ടും MBAക്ക് ചേർന്നു. MBAക്ക് ചേർന്നപ്പോഴും അവളുടെ 3 സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നു. ആ 3 സെമസ്റ്ററിലും അവൾക്ക് നല്ല റിസൾട്ടോടുകൂടി പാസ്സായി. ഇനി ഒരു സെമസ്റ്ററിൻ്റെ റിസൾട്ട് വരാനുണ്ട്. അതും നല്ല റിസൾട്ട് അവൾക്ക് കിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ 12 വർഷത്തോളം ഞാൻ വിൽക്കുവാൻ ആഗ്രഹിച്ച എൻ്റെ വീടും സ്ഥലവും, വീട്ടിലേക്ക് പോകാനുള്ള ചെറിയ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. വിൽക്കുവാൻ ആഗ്രഹിച്ചിട്ട് ഭയങ്കര പേടിയായിരുന്നു ആ സ്ഥലം വീടും വിൽക്കുവാനായിട്ട്. വിറ്റ് കഴിഞ്ഞാൽ പുതിയ വീട് വാങ്ങാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ആ സ്ഥലം വിറ്റ കാശ് എങ്ങനെയെങ്കിലും ചിലവായി പോകുമോ എന്നുള്ള പേടിയോടുകൂടി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു. ഈ 12 വർഷക്കാലം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയെന്നറിയില്ല ഒരു ധൈര്യം വന്നു. ഉടമ്പടി എടുത്ത് ഒരു 1 അല്ലെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ സ്ഥലം വിൽക്കുവാനും അതിനേക്കാളും നല്ല സൗകര്യങ്ങളോട് കൂടിയ റോഡ് സൈഡിൽ തന്നെ ഒരു വീട് വാങ്ങിക്കുവാനും മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ വീട് വിൽക്കുവാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ വീടും വിൽക്കുവാൻ സാധിച്ചു. അതിന് ശേഷം അതിൻ്റെ ആധാരം നടക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓരോരോ പേപ്പറുകൾ ശരിയാക്കുമ്പോഴും വീണ്ടും ഓരോരോ പേപ്പറുകൾ ഇങ്ങനെ ശരിയാക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി പുതുക്കാനായി ഇവിടെ വന്നപ്പോൾ ആ നിയോഗവും കൂടെ ഞാൻ വെച്ചു. എത്രയും വേഗം എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ ആധാരം കൂടെ ശരിയായി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഉടമ്പടി വെച്ചിട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ ആ വീടിൻ്റെ ആധാരവും നടന്നു. പിന്നീട് 2022 ഫെബ്രുവരി ആയപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ ജോലിയിൽ കയറാൻ സാധിക്കാതെ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാത്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ ജോലിയിലാണ് എൻ്റെ വീട്ടിലുള്ള ഏക വരുമാന മാർഗം. എൻ്റെ മോള് പഠിക്കുകയാണ്. ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് നിന്ന് ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്ക് ശരിക്കും ഒത്തിരി സങ്കടം വന്നു. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. കുറേ നന്മ നിറഞ്ഞ മറിയമേയും ചൊല്ലി ഞാൻ വീട്ടിൽ പോയി. പിന്നത്തെ ആഴ്ചയും ഞാൻ വന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. തിരിച്ചുപോയി. ഈ 2 ആഴ്ചയും ഞാൻ അച്ഛനെ കാണാൻ ശ്രമിച്ചു, പക്ഷെ കാണാൻ സാധിച്ചില്ല. പിന്നീട് എൻ്റെ സിസ്റ്റർ-ഇൻ-ലോയ്ക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി സിസ്റ്റർ-ഇൻ-ലോയുടെ കൂടെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് പരിചയമുള്ള മറ്റൊരു കമ്പനിയിൽ നിന്ന് അപ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്ന് പിറ്റേ ദിവസം തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു വന്നു. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പിറ്റേ ദിവസം തന്നെ നല്ലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഇപ്പോഴും ഞാൻ ആ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ ചെയ്തു തന്ന 1000 അനുഗ്രഹങ്ങൾക്ക് ഞാനിപ്പോൾ നന്ദി പറയുകയാണ്. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ലിദിയ ജോഷി. ഞാൻ വരുന്നത് മുട്ടുച്ചിറ കോട്ടയത്ത് നിന്നാണ്. ഞാനിവിടെ മെയ് മാസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്, ഈ വർഷം തന്നെ. അപ്പം എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എനിക്ക് OETയുടെ എക്സാം എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി വിദേശത്ത് ചെല്ലുക എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ആദ്യത്തെ എക്സാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ എനിക്ക് റീഡിങ്ങിന് സ്കോർ കിട്ടിയില്ല, C ആയിപ്പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ റീഡിംഗ് ഒന്ന് എനിക്കത് കയറ്റി തരണമേ എന്ന്. എനിക്ക് റീഡിങ് കയറ്റി തന്നു. എനിക്ക് 350 മാർക്ക് റീഡിങ് കിട്ടി. അപ്പോൾ എനിക്ക് എൻ്റെ ലിസണിങ് കിട്ടിയില്ല. ഞാൻ വീണ്ടും വന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ എനിക്ക് ലിസണിങ് എങ്കിലും ഒന്ന് കയറ്റി തരണേന്ന്. അമ്മ എനിക്ക് ലിസണിങ്ങും തന്നു. പക്ഷേ എനിക്കപ്പം സ്പീക്കിങ് വീണ്ടും പോയി. അപ്പോൾ ഈ സ്പീക്കിങ് എനിക്ക് 2 തവണ 340 മാർക്കായിരുന്നു. അപ്പോൾ ഞാനത് റീവാലുവേഷൻ കൊടുത്തിട്ടും എനിക്ക് 340 തന്നെ. ഞാൻ 3ാമത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയെ എനിക്ക് സ്പീക്കിങ് എങ്കിലും ഒന്ന് കയറ്റി തരണേന്ന്. അപ്പോൾ എനിക്ക് സ്പീക്കിങ് 340 എന്നുള്ളത് 350 കയറി. അപ്പോൾ കിട്ടിയിരുന്ന വിഷയം എനിക്ക് വീണ്ടും താന്നു. അപ്പോൾ ഞാൻ വീണ്ടും വന്നു ഇവിടെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിലാണ് ഉടമ്പടി പുതുക്കുന്നത്. പുതുക്കി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സാറ് പറഞ്ഞു, നിങ്ങൾക്ക് നിയോഗങ്ങളെല്ലാം കിട്ടിയോ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോഴാണ് ഞാൻ ഓർത്ത് എനിക്ക് പത്രം കിട്ടുന്നുണ്ട്, പക്ഷേ ഞാനായിട്ട് കൊടുക്കുന്നില്ല. ഞാൻ എൻ്റെ പപ്പാടെ കൊടുക്കുന്നു, പപ്പ പത്രം എല്ലാവർക്കും കൊടുക്കുന്നു. പള്ളിയിൽ സാധിക്കുന്ന ദിവസങ്ങളിൽ പോകുമെന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും ഞാൻ പോകത്തില്ല, കുമ്പസാരവും മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചു. പത്രവും ഞാൻ തന്നെ എല്ലാവർക്കും വഴികളിലൂടെ നടന്ന് ഞാൻ എല്ലാവർക്കും തന്നെ പത്രം കൊടുത്തു. ഞാൻ എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ 5ാമത്തെ തവണയാണ് അവസാനമായി ഞാൻ OET എഴുതുന്നത്. അതിൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് കൂടി. അപ്പം എൻ്റെ ക്ലബിംഗ് സ്കോർ തീരും. ഞാൻ പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ ഇനി പഠിക്കാൻ നിൽക്കുന്നില്ല. എന്തോരം പഠിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ, ഇനി ഇത് കൂടുതൽ പഠിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഇനി പ്രാർത്ഥിക്കുക മാത്രമേ അമ്മ ചെയ്യുന്നുള്ളൂ. ഞാൻ ഒരു 90% പ്രാർത്ഥിക്കുമായിരുന്നു ആ എക്സാമിൻ്റെ സമയത്ത്.
ദൈവം സഹായിച്ച 340 എന്നുള്ളത് 380 എനിക്ക് ലിസണിങ് ആണെങ്കിൽ 370 മാർക്കും റീഡിങ് 350 മാർക്കും റൈറ്റിംഗ് 300 മാർക്കോട് കൂടി അമ്മ UK സ്കോർ തന്ന് എന്നെ പാസ്സാക്കി. അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ അടുത്ത മാസം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി. എനിക്ക് അവിടെ നിന്ന് ഓഫർ ലെറ്റർ കിട്ടി. ഈ ഡിസംബർ 6-ാം തീയതി എൻ്റെ CBTയുടെ എക്സാം ആയിരുന്നു. അതിനും എനിക്ക് പഠിക്കാനുള്ള സമയമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ പഠിച്ചു കൊള്ളാം, പക്ഷേ അത് കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, എനിക്ക് വേറെ വഴിയൊന്നുമില്ല. എന്നാലും ഞാൻ പരിശുദ്ധ കുർബാന ഞാൻ മുടക്കിയില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. CBTയും ഞാൻ നല്ല മാർക്കോടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി. 21-ാം തീയതിയിലേക്ക് എനിക്ക് ഓഫർ ലെറ്റർ വന്നിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ എഴുതിയിട്ടതല്ല. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ബ്രസ്റ്റിലൊരു മുഴ പോലെ പെട്ടെന്ന് വന്നു. അതൊരു നെല്ലിക്ക വലുപ്പത്തിൽ. അപ്പം ഞാനൊരു നേഴ്സ്. അപ്പം ഞാൻ നോക്കിയപ്പം അത് നല്ലപോലെ ഉരുണ്ടാണ് കിടക്കുന്നത്. ഞാൻ അമ്മയോട് പേടിപ്പിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞു, അമ്മയെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അമ്മ അത് എണ്ണ വെച്ചു, അമ്മ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് ഫ്ലൂയിഡ് അക്യുമുലേഷനാണ്. അതിൻ്റെ അന്ന് തന്നെ വൈകുന്നേരം എൻ്റെ അമ്മയുടെ ആ മുഴ അപ്രത്യക്ഷമായെന്നാണ്. അവിടെ ഒരു പാട് പോലും ഇല്ല. പിന്നെ ഞാൻ ഈ OETയുടെ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ കാശുരൂപം എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ ഷീറ്റിലും ഞാൻ വെച്ച് പ്രാർത്ഥിച്ച് കമന്തും കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു, നീ കൃപാസനത്തിൽ പോകുന്ന കുട്ടിയാണോ? ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ കൃപാസനത്തിൽ പോകുന്നൊരു കുട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ കൃപാസനത്തിലൊരു സാക്ഷിയാണ്, എനിക്ക് കൃപാസനത്തിലെ സാക്ഷിയായ ഒരു കുട്ടിയാണ്. എനിക്ക് നിങ്ങൾ നമ്പർ തരുമോ? എനിക്ക് കൃപാസനത്തിൽ അറിയത്തില്ല, ഞാൻ കേട്ടിട്ടുള്ളൂ, ഞാൻ പോയിട്ടില്ല, എനിക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരുമോ എന്ന് ഒത്തിരി ആൾക്കാരുടെ അടുക്ക് വന്ന് ചോദിച്ചിട്ടുമുണ്ട്. ഇവിടെ ഒത്തിരി പേര് വന്ന് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയും അനിയത്തിയുടെ കൂട്ടുകാരിക്ക് 2 പേർക്കിന് വേണ്ടിയാണ് ഈ സാക്ഷി എഴുതിയത്. അവർ 2 പേരും +2-ന് 98% മാർക്കോടെ പാസ്സാകുകയും 2 പേർക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. ഇത്രയും ഉപകാരം തന്ന എൻ്റെ പരിശുദ്ധ അമ്മ ദൈവമാതാവിന് 1000 നന്ദി പറയുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ക്രിസ്റ്റീന, ഞാൻ ചൈനാട് ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യമായി തന്നെ എൻ്റെ ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ OET എക്സാമിൻ്റെ റിസൾട്ടിനെ കുറിച്ചാണ്. ഞാൻ 2 തവണ OET എക്സാം എഴുതിയെങ്കിലും എനിക്ക് റിക്വയർഡായിട്ടുള്ള സ്കോർ കിട്ടിയില്ല. മൂന്നാമത്തെ തവണ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അതായത് ഡിസംബർ 18, 2021 ഞാൻ OET എക്സാം എഴുതിയത്. എക്സാം എഴുതി കഴിഞ്ഞ് ഡിസംബർ 31 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ എക്സാമിന് പോണേ അന്ന് എൻ്റെ ഒരു ആൻറ്റിയാണ് എന്നോട് പറഞ്ഞത്, നീ കൃപാസനത്തിലെ സാക്ഷിയൊക്കെ ഒന്ന് കേട്ട് നോക്കുക, നീ 2 തവണ എക്സാം എഴുതല്ലേ, ആ സാക്ഷി ഒന്ന് കേട്ട് നോക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ആ സാക്ഷ്യത്തിൽ ഞാൻ കണ്ടു, പലരുടെ സാക്ഷ്യത്തിൽ കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന കാശ് രൂപം വെച്ച് അവർ എക്സാം എഴുതി പാസ്സാകുന്നത്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കാശ് രൂപം ഉടമ്പടി എടുക്കാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ കാശ് രൂപം ഇല്ലായിരുന്നു. പകരം ഞാൻ കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ആ പത്രത്തിൽ മാതാവിൻ്റെ രൂപം കട്ട് ചെയ്തെടുത്ത് ഞാൻ എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെച്ചു. അപ്പം എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ക്വസ്റ്റ്യന് ഇപ്പം 3ാമത്തെ തവണയാണ്, 2 തവണ എഴുതിയെങ്കിലും പരാജയപ്പെട്ടെങ്കിലും ഈ 3ാമത്തെ തവണ ഞാൻ എഴുതി കഴിയുമ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കൊന്നും അറിയത്തില്ല, പക്ഷേ ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും എനിക്ക് വലിയ ഇതൊന്നുമില്ല, കാരണം സമയം കടന്നു പോവുകയാണ്, റീഡിങ്ങിനൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാതാവേ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം എക്സാമിൻ്റെ റിസൾട്ട് എക്സാം എഴുതി എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നു ജനുവരിയിൽ. അതുപോലെ വീണ്ടും പരാജയം, 2B 2C+, 350 വേണം പാസ്സാവാൻ. അപ്പം വീണ്ടും എനിക്ക് സ്പീക്കിങ്ങും റീഡിങ്ങും പോയി. റീഡിങ്ങിന് എനിക്ക് 310 അപ്പം 310 സ്കോർ കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, ഞാൻ ഇതൊക്കെ ഉടമ്പടി എടുത്തതല്ലേ, എനിക്കെന്നാലും ഒരു ഉറപ്പുണ്ട്, ഞാനൊന്ന് റിവാലുവേഷന് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിവാലുവേഷൻ ആ സമയം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ റിസൾട്ട് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഉൾപ്രേരണ കൊണ്ട് ഞാൻ റിവാലുവേഷന് കൊടുത്തു. അത് 2 സബ്ജക്റ്റ് ഞാൻ കൊടുത്തു, റീഡിങ്ങും സ്പീക്കിങ്ങും കൊടുത്തു. അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു, നീ എന്തിനാ റീഡിങ്ങിന് കൊടുത്തത്, കാരണം 310 എപ്പോഴും റീഡിങ് കമ്പ്യൂട്ടർ വാല്യുവേഷൻ ആയതുകൊണ്ട് അതെന്തായാലും കൂടത്തില്ല, അത് കുറയാനേ ചാൻസ് ഉള്ളൂ, അത് CA ആയി കഴിഞ്ഞാൽ നിനക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പം ആ സമയത്ത് എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് സ്കോർ ഒന്നും കുറഞ്ഞില്ല, സ്കോർ കൂടി. എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. അതായത് 310 ഉണ്ടായിരുന്നു 320 അതുപോലെ തന്നെ 340 ഉണ്ടായി 350. അങ്ങനെ എനിക്ക് അമ്മ മാതാവ് അയർലൻഡിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് അടുപ്പിച്ച് തന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ സിസേറിയൻ സംബന്ധിച്ചായിരുന്നു. ഞാൻ ഈ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 8 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. സർജറിക്ക് മുമ്പ് എനിക്ക് കോവിഡ് വന്നു കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടായി. പക്ഷേ എന്നാലും അമ്മയുടെ സംരക്ഷണം ഞാൻ അനുഭവിച്ചറിഞ്ഞു.
ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് കയ്യിൽ നിന്ന്, അതായത് ഫ്ലൂയിഡ് കണക്ട് ചെയ്തപ്പം ബ്ലഡ് പോയിട്ടും അത് മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം, അതായത് അതൊരു സിസ്റ്റം നോട്ട് ചെയ്യാനും ഒരു റൂമിൽ ഞാൻ കിടന്നതിൻ്റെ താഴെ മൊത്തം എൻ്റെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക, ഞാൻ അറിയുന്നില്ല. പക്ഷേ ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ എൻ്റെ വന്ന് കാണുന്ന ഡോക്ടർമാരൊക്കെ നോക്കുമ്പോൾ മാതാവിൻ്റെ രൂപം, ആ തിരിയൊക്കെ ഞാൻ ആ ഉടമ്പടിയിലൊന്നും ഞാൻ തെറ്റിച്ചിട്ടില്ല. കാരണം ഞാൻ ആ സമയത്ത് കുർബാനയൊക്കെ ആണെങ്കിലും ഓൺലൈനിൽ കോവിഡ് കൂടിയിരിക്കുന്ന സമയമാണ്, ഓൺലൈനിൽ കുർബാനയൊക്കെ കൂടുമായിരുന്നു. അത് കഴിഞ്ഞ് സിസേറിയൻ കഴിഞ്ഞപ്പം എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പം പെയിൻ കില്ലർ തന്നു കഴിഞ്ഞപ്പോൾ അതെനിക്ക് റിയാക്ഷൻ അടിച്ചു. ഞാൻ അൺകോൺഷ്യസ് ആയിപ്പോയി. എനിക്ക് പോസ്റ്റ്മോർട്ടം സീഷർ അടിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കുക എന്നുള്ളൊരു തോന്നലുണ്ടായ ഒരു സമയമുണ്ടായി. ഒരു ഇലക്ട്രിക് വേവ് പോലെ എന്തോ ഒരു പെട്ടെന്ന് വന്ന് സ്പാർക്ക് വന്ന് പോകുന്നു. അപ്പോൾ ഇത് ഞാൻ മരിക്കുമെന്ന് ഉറപ്പായി. ആ സമയത്ത് എനിക്ക് എൻ്റെ കഴുത്തിൽ ഞാൻ ഓപ്പറേഷൻ കയറിയപ്പം എൻ്റെ സിസ്റ്റർ പറഞ്ഞു, ആ ഉടമ്പടി കാശ് അത് കഴുത്തിൽ കിടന്ന് എൻ്റെ പറഞ്ഞു അത് ഊരണ്ടാന്ന് പറഞ്ഞു. സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പം എല്ലാവരും അത് നമ്മുടെ കയ്യിലുള്ള എല്ലാ ഓർണമെൻറ്റ്സും ഊരി വയ്ക്കും, കാരണം അത് അങ്ങനെ അലൗഡല്ല. അപ്പം എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഞാൻ മരിക്കുമെന്ന് തോന്നിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടതായിട്ട് ഓർമ്മ പോലും ഇല്ല. അമ്മ എന്നെ അങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ അമ്മ പോലും ഇല്ലാതെയാവും, എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ എൻ്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആവും എനിക്കറിയുന്നില്ല. ഞാൻ 2ാമത്തെ ദിവസമാണ് എനിക്ക് ബോധം വീണത്. 2nd ദിവസമാണ് ഞാൻ കുഞ്ഞിനെ കാണുന്നത്. ആ സമയത്തൊക്കെ എൻ്റെ മാതാപിതാക്കൾ പുറത്ത് നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് പിന്നെ എൻ്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു നോക്കി, എല്ലാത്തിനും നോർമലി, ഒരു കുഴപ്പമില്ല. എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ കുഞ്ഞുണ്ടായി 23ാം ദിവസം ലാബിൻ്റെ റിസൾട്ട് ചെയ്ത് നോക്കിയപ്പം അവൾക്ക് TSH ഹൈ ആയിരുന്നു, അതായത് 23.2. അത് ഭയങ്കര ഹൈ ആണ്. അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു, എത്രയും വേഗം നിങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിൽ വരണം, എത്രയും വേഗം കൊച്ചിന് തൈറോക്സിൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പാടെ തളർന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവ്, എനിക്ക് എൻ്റെ കുഞ്ഞിന് 3 വയസ്സ് വരെ ഈ മെഡിക്കേഷൻ കണ്ടിന്യൂ ആയിട്ട് കൊടുക്കാൻ അതിനുള്ള ഇടവരുത്തരുത് അമ്മ ഒന്ന് രക്ഷിച്ചേക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, ഇതിന് വേറൊരു ഇതുമില്ല, കാരണം കുഞ്ഞാണ്, നമുക്ക് ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷനാണെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, എന്നാലും നമുക്കൊരു സെക്കൻഡ് ഇതായിട്ട് നമുക്ക് ഒന്നും കൂടെ ലാബ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ചെയ്തപ്പം ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് വന്നു 16.2. അപ്പം അത് 23.2 നിന്ന് 16.2 അത് കുറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇത്ര വേരിയേഷൻ ഉള്ള സ്ഥിതിക്ക് നമുക്ക് 2 ദിവസം കൂടി നോക്കിയിട്ട് ശേഷം തൈറോക്സിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യണം, അതുകൊണ്ട് നമുക്ക് 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടക്കാതെ ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്, അമ്മ ഞാനിവിടെ കുഞ്ഞിനായിട്ട് കൊണ്ടുവന്നേക്കാമെന്ന്. ഞാനിവിടെ കൊണ്ടുവന്നിരുന്നോളെ 3ാമത്തെ റിസൾട്ട്, അതായത് 2 ദിവസം കഴിഞ്ഞ് റാലി നോക്കിയപ്പോൾ 3.2 3.2 അത് അത്ര അത്ഭുതകരമായിട്ട് ആ 2 ദിവസത്തിനുള്ളിൽ കുറച്ചു. എൻ്റെ കുഞ്ഞിന് ഇതുവരെയായിട്ട് ഒരു മെഡിസിൻ കൊടുക്കേണ്ടി വന്നിട്ടില്ല, പൂർണ്ണ ആരോഗ്യമായിട്ടിരിക്കുന്നു. അമ്മയും തിരുക്കുമാരനും തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി. എൻ്റെ പേര് സോജ അരുൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ സരിതപുരം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2020 ഫെബ്രുവരി 21 കൊറോണയും മറ്റു കാരണങ്ങളാൽ എനിക്ക് ആ ഉടമ്പടി നല്ല രീതിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ 2021 സെപ്റ്റംബർ മുതൽ ഞാനൊരു കെയർ വിസയിൽ UK പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പലവിധ തടസ്സങ്ങളാൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മാതാവിൻ പ്രത്യേക അനുഗ്രഹത്താൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടുകയും അതിലെനിക്ക് പാസ്സാകാനും പറ്റുകയും ചെയ്തു. അത് കഴിഞ്ഞ് IELTS-നാണെന്നുണ്ടെങ്കിലും എനിക്ക് പാസ്സായി. UK സ്കോറൊക്കെ അന്നേരത്തേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഏജൻസി പറഞ്ഞു, നിങ്ങളുടെ സ്കോർ UK സ്കോർ ഇത് പറ്റത്തില്ല, ഇതും കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടിയാൽ നിങ്ങൾക്ക് റിജക്റ്റ് ആകുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്നെ അവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരസാക്ഷിയാക്കി മാറ്റണം, എനിക്ക് ലജ്ജിക്കാൻ ഇടവരരുത്, എൻ്റെ മാതാവ് എന്നെ അവിടുത്തെ എങ്ങനെയെങ്കിലും എനിക്ക് ആ സ്കോർ തന്നെ എനിക്ക് വിസ അടിച്ച് കിട്ടണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈ മാസം 5-ാം തീയതി വിസ അടിച്ച് കിട്ടുകയും ഈ ബുധനാഴ്ച 14-ാം തീയതി എനിക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ള എൻ്റെ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ അനിയൻ UK-ലാണ്. അവന് അവിടുത്തെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ചാൻസിൽ തന്നെ അവന് ലൈസൻസ് കിട്ടാൻ പറ്റി. പിന്നെ എൻ്റെ കാലിലൊരു മുഴയുണ്ടായിരുന്നു, അത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുണ്ടായിരുന്നു ആ മുഴ. അപ്പം
വേദന ഭയങ്കരമായിട്ട് കൂടിയപ്പോഴത്തേക്കും ഞാനത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാനായിട്ട് തീരുമാനിച്ചു. അപ്പം മമ്മി എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഉടമ്പടി എടുത്തിട്ടുള്ളല്ലേ, നിൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉള്ളതല്ലേ, നീ എന്തുകൊണ്ട് അത് തേച്ച് പ്രാർത്ഥിച്ചു വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം ആ കാലിലൊരു ചെറിയൊരു തഴമ്പ് പോലെ മാത്രം കാണാനേ ഉള്ളൂ. അത് മുഴ മൊത്തമായിട്ട് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു.